ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഗ്രേപ്സ് പുഡിങ്ങുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ടും നമുക്ക് ഈസി ആയിട്ടും വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇതിൽ ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ കാണാനും നല്ല ഭംഗിയാണ്. റെസിപ്പിയിലോട്ട് നമുക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ്. 1/4 കപ്പ് എന്ന് പറയുന്നത് ഇത് 80 ml മെഷറിംഗ് കപ്പിൻ്റെ അളവാണ് കേട്ടോ. അതിനൊരു കപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തത്. അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്തതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു ബൗളിൽ ഒരു 4 ടേബിൾ സ്പൂണ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലതായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത്, മുമ്പേ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പാലില്ലേ, അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം തിളച്ച് വരുമ്പോൾ നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ കോൺഫ്ലോറും പാലും കൂടി ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ചെറു തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട കെട്ടും. അപ്പോൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട്. അപ്പം ഏകദേശം ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ആറാനിരുന്നാൽ അത് പെട്ടെന്ന് കുറുകിപ്പോവും. അതുകൊണ്ട് നമ്മൾ ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാ പാത്രത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ ആണ് തയ്യാറാക്കേണ്ടത്. ഇതിൻ്റെ സെക്കൻഡ് ലെയർ നമ്മൾ ഗ്രേപ്സ് വെച്ചാണ് റെഡിയാക്കുന്നത്. ഇനി അതുണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുന്തിരിങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ. ഈ മുന്തിരിങ്ങയ്ക്ക് ഒത്തിരി മധുരമില്ല, അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് നമുക്കതിൽ നിന്ന് മുന്തിരിങ്ങയുടെ ജ്യൂസ് എല്ലാം കിട്ടത്തുള്ളൂ. അതവിടെ നിന്നൊന്ന് വേവട്ടെ. കണ്ടപ്പോൾ അത് ഏകദേശം ഒന്ന് വെന്ത് വന്ന സമയത്ത് നമ്മുടെ അതെല്ലാം ഗ്രേപ്സ് എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ആറിയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഈ അടിച്ചെടുത്തത് ഇനി നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചും കൂടെ എടുക്കണം. അപ്പോഴാണ് നമുക്ക് ജ്യൂസ് കിട്ടുന്നത്. ഇതുപോലെ എനിക്ക് 1 കപ്പും ഒരു സ്വല്പം കൂടെ കിട്ടിയിട്ടുണ്ട്. ആ 1 ഗ്ലാസ് ഞാനിപ്പം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചെറു തീയിൽ അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ മുമ്പേ ഒരു 3-4 ടേബിൾ സ്പൂൺ ഗ്രേപ്പ് ജ്യൂസ് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നല്ല കട്ടയില്ലാതെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത് ജലാറ്റിനും അതുപോലെ തന്നെ ചൈന ഗ്രാസിനും പകരമായിട്ടാണ്. ഒട്ടും കട്ടയില്ലാതെ വേണം ഇതുപോലെ ഇളക്കിയെടുക്കാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് അവിടെ ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈവിടാതെ ഇളക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഈ സമയത്ത് ചെറു തീയിലും വേണം വയ്ക്കാനായിട്ട്. കണ്ടോ, നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കാണാൻ തന്നെ നല്ല കളറല്ലേ. ഇനിയും നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഫസ്റ്റ് ലെയർ ഇല്ലേ, ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ല കേട്ടോ, വെളിയിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയ നമ്മുടെ ഗ്രേപ്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ആ ഗ്ലാസ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തന്നെ അത് നമ്മുടെ ഫുള്ളും നമ്മുടെ ഗ്ലാസ്സിലെല്ലാം ഒന്ന് നികന്നു വരും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഐസ്ക്രീം ബൗൾസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ ഇതുപോലെ 2 ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട്
കഴിക്കാൻ നേരം കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രേപ്സ് പുഡിംഗ് റെഡി ആയിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.